എല്ലാ വീഡിയോകൾക്കും നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പാലത്തിൻ്റെ അവിടെ എത്തി. ആ പാലത്തിൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെള്ളമൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ ആദ്യം പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോൾ നിറച്ച് ജനങ്ങൾ നോക്കിയിരിക്കുന്നത്. വേറെ ഒന്നല്ല, ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല സമയത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു 8 ആനകളുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ആനക്കുട്ടിയുണ്ട്. അപ്പോൾ അവർ എല്ലാ ടൈമും ഓൾറെഡി വന്ന് വെള്ളം കുടിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ അന്ന് ചില റബ്ബറും കാര്യങ്ങളൊക്കെ വളർത്തി ചെറിയ നട്ട് ഇത്തിരി വലുതായി വരണം. അപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമുണ്ട്, കുത്തി മറിച്ചിട്ടിട്ട് ഒടിച്ചിരുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വെള്ളം കുടി കഴിഞ്ഞിട്ട് ഇവരെ മര്യാദയ്ക്ക് നാട്ടുകാർ പടക്കമൊക്കെ പൊട്ടിച്ച് കാട്ടിക്ക് തന്നെ കയറ്റാനുള്ള രംഗമാണ് കാണുന്നത്. പക്ഷെ അവിടെ വില്ലന്മാരായി വരുന്ന വേറെ ആൾക്കാരാട്ടോ, ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവരെ എടുത്ത് വന്നു, പിന്നെ നമുക്ക് കാണാട്ടെ ഈ രംഗം. വേറെ ഒന്നല്ല, നമ്മളെ ഈ ആനയുടെ സൗണ്ട് കേട്ട് എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നല്ല, ഈ 2 നായ്ക്കുട്ടികളാണ് ഇവിടുത്തെ വില്ലന്മാർ. എന്നുവെച്ചാൽ അവർ ഈ വേട്ടയാടാൻ പോകുന്ന നായ്ക്കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ആശാൻ ആനകളെ ഓടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആനകളെല്ലാം അനുസരണോടെ അവിടെ നിന്നിട്ട് ആനകൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ നായ്ക്കൂട്ടപ്പന്മാരാണ് പ്രശ്നം. കണ്ടോ, ഈ ആനക്കുട്ടപ്പന്മാരുടെ അടുത്തേക്ക് ഈ 2 നായ്ക്കൾ പോകുമ്പോൾ ആനകൾ പിന്നാലെ, അതായത് ആനക്കുട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി ആനക്കുട്ടികളെ എന്തെങ്കിലും ചെയ്യാൻ വരണമെന്ന് ചോദിച്ചിട്ട് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണല്ലോ. ആനരായാലും മനുഷ്യന്മാരെല്ലാം ഈ ജനങ്ങളല്ലാതെ അവിടുത്തെ ഒരു ഭാഗത്തെ ആൾക്കാരാണ്. അവർ നോക്കി നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരരുത്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ആശാൻ അവിടെ ഇരുന്ന് ആനകളെ ഓടിപ്പിക്കുന്നുണ്ട്. ആനകൾ അനുസരണോടെ തന്നെ ആനകൾ പോകുന്നുണ്ട്. വാച്ചർമാരെല്ലാവരും നല്ല രീതിയിൽ. ഇവിടെ അമ്മമാർക്ക് ഉണ്ട് കേട്ടോ കഥകൾ പറയാനായിട്ട്. 22 എന്ന് വെച്ചാൽ എവിടെയാ? ഈ വഴി അങ്ങനെ പോയിട്ടില്ല അമ്മ. നിങ്ങൾക്ക് എങ്ങനെ ആനകളൊക്കെ ശല്യമുണ്ടോ? നമ്മ ശല്യം ചെയ്യാണ്ടിരുന്നാ മതിയില്ല. ഈ നായ്ക്കുട്ടി കാരണമാണ് അവരിപ്പോ ഇത്ര വലിയ അഗ്രസീവായത്. പറഞ്ഞും കൂടി ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ അമ്മമാര് നിൽക്കണ സൈഡില് 2 അമ്മമാര് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇവർക്ക് കുറെ കഥകൾ പറയാം. ഞങ്ങൾ കാടുകളിലും മലയിലൊക്കെ പോണ ആൾക്കാരാണ്. ഞങ്ങൾ ആനേനെ കാണുമ്പോൾ ഞങ്ങൾ വേറെ മാറി പോകും. നിങ്ങൾക്കൊരു ശല്യമില്ല. നമ്മ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടില്ലേ? നമ്മളൊന്നും ചെയ്യാൻ പോണില്ല. പട്ടികൾ നിങ്ങൾ പട്ടികൾക്ക് അറിയാം. 2 അമ്മമാരെ നടുക്ക ഞാൻ നിന്നിട്ട് ആനക്കൂട്ടം നിൽക്കുന്നു. ഇതാണ് അവരുടെ ജീവിതം. അങ്ങനെ അവരെ കഥകളൊക്കെ കേട്ട് പോകുമ്പോഴാണ് ഒരു തേരാട്ട. അത് ബ്ലാക്ക് കളറിൽ നല്ല രസമുണ്ട്. വലിയൊരു തേരാട്ടം. നമ്മൊന്നും നാട്ടിലൊന്നും കാണില്ല, ഈ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോൾ നിറച്ച് മാനുകൾ കേട്ടോ, അനേകം മാനുകൾ. അതായത് ആ റബ്ബറും തോട്ടത്തിൽ പുല്ലുകൾ കഴിക്കാനായിട്ട് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പുള്ളിമാനുകൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ ചൊക്കനേലത്തെ ആ വിശേഷങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിൽ ഉൾപ്പെടുത്തി. എന്ന് വെച്ചാൽ ആന ഓടി വരലും ഇതൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ചിത്രശലഭങ്ങളെല്ലാം മണ്ണിൽ എന്താണെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇതിനെക്കുറിച്ച് വിവരണം അറിയില്ല. പക്ഷേ നിറവാണ് ആ ഒരു മണ്ണിൽ, നനഞ്ഞ മണ്ണിൽ അത്രയധികം. അതായത് വെച്ച് കഴിഞ്ഞാൽ നിറവ് ചിത്രശലഭങ്ങളാണ്. പിന്നെ അവർ വീണ്ടും അവിടെ തന്നെ കൂട്ടി യോജിക്കും. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും പറന്ന് പിന്നെ വീണ്ടും അവിടെ തന്നെ വരും. അപ്പോൾ അത് നല്ലൊരു അനുഭവമായിട്ട് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു. സമയം 6 മണിയായി. ആനകളും കാര്യങ്ങളും റൂട്ടിലിറങ്ങും. പിന്നെ ഇവിടെ പോകുമ്പോഴാണ് ഈ പശു വളർത്തൽ അവിടെ നല്ല രീതിയിൽ സുലഭമാണ്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റിയൊരു സന്തോഷമായ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കളെ നിയന്ത്രിക്കാനായിട്ട് പശുക്കൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ തലവൻ. അതിൽ ഒരു സീനിയറായിട്ടുള്ളൊരു പശു ഉണ്ട്. ആ പശു ഇവരെ വിളിക്കണ ഒരു രംഗമുണ്ട്, അതും കണ്ടിട്ട് കേട്ടോ. ഓക്കെ, ഇതുപോലെ വിളിക്കുമ്പോൾ പശുക്കൾ അവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ എല്ലാ പശുക്കൾ കുഞ്ഞേതും വലുതൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ നടന്ന് വരും. അങ്ങനെ നമ്മുടെ അവിടെ നിന്നൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര പറയുന്നു. പോണ വഴിക്ക് ഗ്രൗണ്ട്, ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്ര മനോഹരമായ ഗ്രൗണ്ടിൽ അവിടുത്തെ പിള്ളേർ ക്രിക്കറ്റാണ് കളിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു വൈബ് പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമുക്കൊരു നമുക്കൊരു ഫ്ലൈ ചെയ്യണ ഒരു ചെറിയൊരു വീഡിയോയും കിട്ടി, അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ നല്ല സപ്പോർട്ടുണ്ട്.
ഇനിയും സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം. ചെറിയൊരു വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.